ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മൈൻഡ്സ്. ഇന്ന് നമ്മൾ ആട് 3 പാർട്ട് 1നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആട് 1ഉം ആട് 2ഉം നമ്മൾ എത്രത്തോളം എൻ്റർടൈൻ ചെയ്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആട് 1ഉം ആട് 2ൻ്റെ എക്സ്പെക്ടേഷൻ ഈ മൂവി മെറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് ഇത് അതിനേക്കാളും മേളിൽ പോയോ എന്നുള്ളതിൻ്റെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ അവസാനം പറയുന്നതായിരിക്കും. സോ എപ്പോഴും പോലെ നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞു തുടങ്ങാം. സോ ആദ്യം പോസിറ്റീവ്സ്. ഈ മൂവിൻ്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്. സോ എല്ലാ പഴയ ക്യാരക്ടേഴ്സിനും ഈ മൂവിയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രോപ്പർ റീയൂണിയൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. ഈ മൂവിയിൽ കുറേ കൾട്ട് കോമഡി സീൻസ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ മൂവിയുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ജയസൂര്യ, വിനായകൻ, അവർ തന്നെയാണ് ഈ മൂവിൻ്റെ ഹാർട്ട്. ഈ മൂവിയിൽ അവർ കൊണ്ടുവന്ന ആ ഫണ്ണും എൻജോയ്മെൻറ്റും നമുക്ക് ഈ മൂവിയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഫണ്ണായിട്ട് തോന്നിയത്. ഡ്യൂഡിൻ്റെ ഇൻട്രൊഡക്ഷനാണ് സെക്കൻഡ് ഹാഫിൽ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫണ്ണായത്. വിനായകൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഓക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഡ്യൂഡിൻ്റെ മൊമെൻറ്റ്, ആ ഡ്യൂഡിൻ്റെ ഇൻട്രൊഡക്ഷൻ തിയേറ്റർ ഫുൾ അങ്ങ് എണിച്ച് ക്ലാപ്പിംഗ് ആയിരുന്നു. പിന്നെ ഇതിലൊരു പുതിയ എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സയന്റിഫിക് എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇമ്പാക്ട്ഫുൾ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2 കാണാതെ പറയാൻ പറ്റത്തില്ല. സോ ഇപ്പോൾ നമുക്ക് നെഗറ്റീവ്സിലേക്ക് കിടക്കാം. ആട് 1ഉം ആട് 2ൻ്റെയും വൈബ് നമുക്ക് ഇതിൽ കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒപ്പീനിയൻ പ്രകാരം ആട് 3 ആട് 1ഉം ആട് 2ൻ്റെ എക്സ്പെക്ടേഷൻ മെറ്റ് ചെയ്തിട്ടില്ല. ഈ മൂവിയിൽ കോമഡി സീൻസ് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില സീൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ആ ഫസ്റ്റും സെക്കൻഡ് പാർട്ടിൻ്റെയും റോ ഫണ്ണി സീൻസ്, ഒരു മീനിങ്ലെസ് സീൻസ്, അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ ആട് 1ഉം ആട് 2ൻ്റെയും മേജർ ഇമ്പാക്റ്റ് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. ഇതിലും ഉണ്ട്, പക്ഷേ പുതിയ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പഴയ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. അത് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്, ബട്ട് നോട്ട് ദാറ്റ് ഇമ്പാക്ട്ഫുൾ. പിന്നെ ഈ മൂവി പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓണസ്റ്റ്ലി എന്നോട് ചോദിച്ചാൽ ഇത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് എടുക്കേണ്ട മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. സോ എന്തിനാണ് പാർട്ട് 2 ആക്കേണ്ടത്? അതൊരു ജസ്റ്റ് ഒരു കോമ്പാക്ട് മൂവി ആക്കിയതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി പാർട്ട് 2 കണ്ടതിന് ശേഷം എൻ്റെ ഒപ്പീനിയൻ എനിക്ക് തിരുത്താൻ പറ്റുമായിരിക്കും. തിരുത്താൻ പറ്റട്ടെ, നല്ലൊരു മൂവി ആവട്ടെ. പിന്നെ ദുരന്തൻ്റെ കൂടെ ഈ മൂവി റിലീസ് ചെയ്തത് എനിക്ക് ഒരു ബാഡ് ഡിസിഷൻ ആയിട്ടാണ് തോന്നിയത്. ഈ മൂവി കുറച്ച് വീക്കാണ് കമ്പയറിങ് ടു ദുരന്തർ. സോ ഈ രണ്ടും ഡിഫറെൻറ്റ് ജോണറാണ്, ഒബ്വിയസ്ലി ഐ നോ, ബട്ട് കുറച്ചൊരു ബാഡ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ മൂവിയിൽ ലോജിക് ഇല്ല. സോ ലോജിക് എക്സ്പെക്ട് ചെയ്യാണ്ട് ഈ മൂവിനെ ഒരു ഫുൾ ഓൺ ടൈം പാസ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. സോ എൻ്റെ ഒപ്പീനിയൻ വീണ്ടും പറയാണ്, പാർട്ട് 1ഉം പാർട്ട് 2ൻ്റെയും എക്സ്പെക്ടേഷൻ ഇത് മെറ്റ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഈ മൂവിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഫെസ്റ്റിവൽ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫൺ എൻ്റർടൈനർ, ഒരു വൺ ടൈം പാസ് മൂവി കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആട് 3 ഈസ് എ ബെസ്റ്റ് ചോയ്സ്. ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ മൂവി ഓൾറെഡി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ഓൺലി. ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ റിവ്യൂസ്. അണ്ടിൽ ദെൻ സീ യു സൂൺ.